അശ്വതി വളരെ യാദൃശ്ചികമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ രണ്ടോ മൂന്നോ ആങ്കേഴ്സിനെ ആ ടൈമിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അശ്വതി ശ്രീകാന്ത് ഇതിനു മുമ്പ് എവിടെയോ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മുഴുവൻ നീളെ പോയൊരു ടെലിവിഷൻ ഷോ ഇതായിരിക്കും ആദ്യം. എൻ്റെ ഹെഡ് മനീല ഒരു വോയിസ് എനിക്ക് അയച്ചു തരാണ്. ഈ വോയിസ് കേട്ടിട്ട് ഇയാൾ വർക്കൗട്ട് ആവുമെന്ന് നോക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു കാസ്റ്റിങ്ങിനും അതിൻ്റെ ഒരു സിങ്കും ഈ വോയിസ് കറക്റ്റ് ആവും എന്നെനിക്ക് തോന്നി. കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഓക്കെ ആണെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് കാസ്റ്റ് ചെയ്തു. ആദ്യം ആൾക്കാരൊക്കെ ചോദിച്ചു എന്താണ് അങ്ങനെ ഒരു ആങ്കർ, സുരാജ് ചേട്ടനായിട്ട് കോമ്പിനേഷൻ ഒരു സെലിബ്രിറ്റി അല്ലേ വേണ്ടേ എന്നൊക്കെ ആദ്യം ചോദിച്ചിരുന്നു. അശ്വതി ഒരു ആർജെ ആയിരുന്നു. അപ്പോൾ നമ്മളുടെ സ്ക്രിപ്റ്റിലേക്ക് അശ്വതി വന്ന് ചേരുകയായിരുന്നു. പിന്നെ അശ്വതി എല്ലാം പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ പുറത്ത് വന്ന് അത് ഡൈജസ്റ്റ് ആവണില്ല എന്ന് പറയും. അന്ന് അത്രയും ടോക്സിക് ആയിട്ടുള്ള കോമഡീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞാൽ അശ്വതിക്ക് പറയാൻ ഒരു മടിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ അശ്വതി പല ഇൻ്റർവ്യൂസിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് അങ്ങനെ.